ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫീൽഡ് ലേണിംഗ്. നമ്മളിന്ന് LP എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് 2024 ജൂലൈ മാസത്തിൽ നടന്ന LPSAയുടെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാമിന്റെ പാറ്റേൺ അറിയുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്താണ്, ഏതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ എക്സാമിന്റെ പൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എക്സാമും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവയെല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയതിന് ശേഷം 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും? നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്, 4 മണികളാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഇതാണ്: 5, 15, 20, 10. അത് 4 ഓപ്ഷൻ ആണുള്ളത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, ആദ്യം എന്ത് ചെയ്യുന്ന ഒരു മണി മുഴങ്ങുന്നുണ്ട്, അതിനുശേഷം 30 മിനിറ്റിനുള്ളിൽ എത്ര മണികൾ മുഴങ്ങും. അപ്പൊ നമുക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഇന്റർവെല് ഉണ്ടായിരിക്കും അല്ലെ, 4ഉം കൂടി ഒരുമിച്ച് അടിക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരിക്കും. ആ സമയം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് LCM ചെയ്താൽ മതി. നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് 4, 6, 8, 10 അങ്ങനെ 4 ടൈമാണ് തന്നിട്ടുള്ളത്. 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്. ഇതിന്റെ കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM കണ്ടുപിടിക്കുക. ആദ്യം എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ചെയ്യുന്നു, 2, 3. ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതാണ്, എന്നിരുന്നാലും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കണം. ഓക്കെ, then again 2 കൊണ്ട് ചെയ്യുന്നു, 1, 3, 2, 5. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഇല്ല അല്ലെ, 1, 3, 2, 5 എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. ഞാൻ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 × 1 × 3 × 2 × 5. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4 × 1 4. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 12 × 2 എന്ന് പറയുന്നത് 16 ആണ്. 16 × 5 120 വരും. LCM എന്ന് പറയുന്നത് 120. 120 സെക്കൻഡ് കൂടുമ്പോഴാണ് ആ 4 മണികളും ഒരുമിച്ചടിക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. 30 മിനിറ്റിനിടയിൽ എത്ര വട്ടം, നമുക്ക് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ആണ്. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്. അപ്പൊ 2 മിനിറ്റ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ മണി അടിക്കുന്നത്. 30 മിനിറ്റിനുള്ളിൽ എത്ര വട്ടം അടിക്കും? 30-നിടയിൽ എന്ന് പറഞ്ഞാൽ 30 ഇൻക്ലൂഡഡ് അല്ല. ആദ്യം 1 അടിക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, 30-നിടയിൽ എത്ര അടിക്കുന്നു. 30-നിടയിൽ എത്ര ഉണ്ടാവും, 2 വെച്ചിട്ട് ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 14 പ്രാവശ്യം അടിക്കും 30-നിടയിൽ. അപ്പോ ആദ്യത്തെ 1ഉം പിന്നെ വരുന്ന 14ഉം കൂട്ടി ടോട്ടൽ 15 പ്രാവശ്യമാണ് 30 മിനിറ്റിനുള്ളിൽ ആ 4 മണികളും ഒരുമിച്ചടിക്കുന്ന സമയം എന്ന് പറയുന്നത്. എന്താണ് ചോദ്യം, എന്താണ് അതിന്റെ ആ ഒരു വഴി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ നല്ല നിലവാരത്തിൽ വന്നിട്ടുണ്ട്. 5ന്റെ അടുത്ത് അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. ഒരു ജോലി എന്ത് ചെയ്തു, 5 പുരുഷന്മാര് 3 ദിവസം കൊണ്ട്. അതേ ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. ഒരു ജോലി ചെയ്തു തീർക്കാൻ 5 പുരുഷന്മാർക്ക് എന്ത് മതി, 3 ദിവസം സമയം മതി. പക്ഷേ 4 സ്ത്രീകൾക്ക് 6 ദിവസം സമയം വേണം. അപ്പോ ആ ജോലി അവർ ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാവുക? അവർ ഒന്നിച്ച് ചെയ്താൽ 2 പേർക്കും 2 ഒരു നിശ്ചിതമായിട്ടുള്ള ജോലി, ഇപ്പൊ ഒരു 10 ദിവസത്തെ ജോലി എന്ന് വിചാരിക്കാം. ഈ 10 ദിവസത്തെ ജോലി 10 ദിവസം എടുക്കാനുള്ള ജോലിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 പുരുഷന്മാര് 3 ദിവസം കൊണ്ട് ചെയ്തു. അപ്പൊ 10 ദിവസം ഇവിടെ ഒന്നും മെൻഷൻ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ തന്നെ 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഓപ്ഷൻ 1, 2, 3, 4 അങ്ങനെ 4 ഓപ്ഷൻ ആണ് ഉള്ളത്. അപ്പോ നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ കാര്യം നോട്ട് ചെയ്യാം. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട്
5 men 3 ദിവസം കൊണ്ട് ചെയ്തു. 5 men എന്ന് പറയുന്നത് 5 men 3 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 4 സ്ത്രീകൾ 4 വുമൺ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 6 ദിവസം കൊണ്ട്. അപ്പോ 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ളത് സിമ്പിൾ ആണ്. ഇപ്പുറത്തുള്ള ഒരു ഡബ്ല്യൂന് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു നമ്മൾ. ആ വുമൻസിന്റെയും അതുപോലെ തന്നെ മെൻസിന്റെ, ആ സ്ത്രീയുടെയും പുരുഷന്റെയും എഫിഷ്യൻസി എത്രയാണ്, ആ ജോലി ചെയ്യാനുള്ള ആ എഫിഷ്യൻസി, ആ ഒരു കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ M/W. ഇത് സിമ്പിൾ ആയിട്ട് കൊണ്ടുവന്നത് ഒറ്റ റീസൺ ഉള്ളൂ. ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5M × 3 4W × 6 അവിടെ വന്നിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈക്വൽ ടു 4 × 6. ഇപ്പുറത്തുള്ളത് ഓപ്പോസിറ്റ് ഭാഗത്ത് എന്തുണ്ട്? 4 × 6. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന 5 × 3 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് എന്താകും? ഡിവിഷൻ ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 5 × 3. അപ്പോ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. M/W എന്ന് പറയുന്നത് നമുക്കിത് എന്ത് ചെയ്യാം? ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യാല്ലേ. 3 6 2 പ്രാവശ്യം പോവും. അപ്പോ 8/5. മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. വുമന്റെ ആണെങ്കിൽ 5 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമ്മൾ അവര് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് 5 ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എടുത്തെഴുതുന്നുണ്ട്. 5M × 3 that's equal to 4W × 6. ഓക്കെ അല്ലേ? എടുത്തെഴുതി. അപ്പൊ അവർക്ക് ചെയ്യേണ്ട ജോലി ഇത്രയ്ക്കാണ്. അവർ ടോട്ടൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇത്രയ്ക്കാണ്. അവരെത്ര വർക്ക് ചെയ്യണം, എത്ര ദിവസം കൊണ്ടാണ് 2 പേര് ഒരുമിച്ച് ചെയ്താൽ, അതായത് 5 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരുമിച്ചാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്, അതായത് ആ ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കുക. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5M × 3. ഇതിന് പകരം ഇത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോ ഈ ഒരു പാർട്ട് എടുത്തു എന്ന് മാത്രം ഇതിന് പകരം ഇത് എഴുതിയാലും അതിലെന്തില്ല, മിസ്റ്റേക്ക് ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന വാല്യൂ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ തന്നെ ഡബ്ല്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ പറയുന്നത് 5 സ്ത്രീയും 5 പുരുഷന്മാരും ഒരുമിച്ച് 5 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരുമിച്ച് ചെയ്യുന്നു. 4 ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ അടിയിൽ വരുന്നത് 5 പുരുഷന്മാരും അതേപോലെ തന്നെ 4 സ്ത്രീകളും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവര് ടോട്ടൽ വർക്ക് ഇത്രയാണ്, ഇത്ര പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ദെൻ ഡിവൈഡ് ചെയ്താൽ മതി. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ? നമ്മൾ ഈ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കുക. എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. 5 × 8 × 3 ഡിവൈഡഡ് ബൈ 5 × 8 പ്ലസ് 4 × ഡബ്ല്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോ 5 × 8 എന്ന് പറയുന്നത് 40 ആണ്. 40 × 3 120 ഡിവൈഡഡ് ബൈ അടുത്തത് 5 × 8 40 വരും. അതേപോലെ തന്നെ 4 × 5 എന്ന് പറയുന്നത് 20 വരും. അപ്പോ 120 ഡിവൈഡഡ് ബൈ 16 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പോ 5 പുരുഷന്മാരും 4 സ്ത്രീകളും വെച്ച് ആ ഒരു ജോലി ചെയ്യാൻ 2 ദിവസം മതി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ വരുന്നത് നോക്കിയേ, ഓപ്ഷൻ ബി ആയിട്ടുള്ള 2 ആണ് എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ അതിന്റെ കുറച്ച് ലോജിക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു വേറൊരു ക്വസ്റ്റ്യൻ, എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. ഒരു ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ. എയിൽ നിന്ന് ഒരു കാറും അതേപോലെ തന്നെ ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോ എയിൽ നിന്ന് ഒരു കാറും പോകുന്നുണ്ട്, അതേപോലെ സ്കൂട്ടറും പോകുന്നു. സെയിം ഡിസ്റ്റൻസ് ആണ് രണ്ടും പോകുന്നത്. കാർ ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ സെയിം ഡിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിന്റ് ആണ് എന്ത്, സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിൽ
കാറ് യാത്ര ചെയ്യുന്നു. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അപ്പൊ പെട്രോൾ അടിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് പോയി. അപ്പോ സ്കൂട്ടറിനേക്കാളും സ്പീഡ് എന്തുണ്ട്? കാറിനുണ്ട്, ഇരട്ടി സ്പീഡ്. അതേപോലെ തന്നെ കാറിന്റെ ഇത് ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയപ്പോ 3 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിയതെങ്കിൽ കാറിന്റെ വേഗത എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ളത് ആകെ ഇത്ര ഹിന്റാണ്, സെയിം ദൂരമാണ്. അതുപോലെ തന്നെ സ്കൂട്ടറിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് എന്ത് പോകുന്നത്? കാറ് പോകുന്നത്. അതേപോലെ തന്നെ തന്നിട്ടുള്ള വേറൊരു കാര്യമാണ് 3 മിനിറ്റ് എന്ത് ചെയ്തു? ഡിലേ വന്നു. പെട്രോൾ അടിക്കാനായിട്ട് 3 മിനിറ്റ് ഡിലേ വന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടാന്ന് തോന്നും, പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് എന്താണ്? എളുപ്പമാണ്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ് 30, 60, 50, 100. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതാം. എയിൽ നിന്ന് ബിയിലോട്ട് 5 കിലോമീറ്റർ കേട്ടോ. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വേഗതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്കൂട്ടറിന്റെ വേഗതയേക്കാൾ ഇരട്ടി വേഗതയിലാണ് എന്ത് പോകുന്നത്? കാറ് പോകുന്നത്. അപ്പൊ നമുക്കത് റേഷ്യോ രൂപത്തിൽ ഒന്ന് എഴുതിയാലോ? അപ്പോ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആദ്യം സ്കൂട്ടർ, പിന്നെ കാറിന്റെ. അപ്പോ സ്കൂട്ടറിനേക്കാൾ ഇരട്ടി വേഗതയിൽ സ്കൂട്ടർ 1 കിലോമീറ്റർ/അവർ ഇതിലാണ് പോകുന്നതെങ്കിൽ അത് 2. അപ്പൊ ഇരട്ടി 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എയിൽ നിന്ന് ബിയിലോട്ട് സെയിം ദൂരം. 2 കാർ ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ ഒരേ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ അപ്പോ സ്പീഡിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് അല്ല, ഓപ്പോസിറ്റ് ആണ് എന്ത് വരാ? ഇപ്പോ 1:2 ആണ് നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ എങ്കിൽ അതിന്റെ ടൈമിന്റെ റേഷ്യോ വരുന്നത് നേരെ തിരിച്ചായിരിക്കും. നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ 2:1. അപ്പോൾ ഒരേ ദൂരത്തിൽ ട്രാവൽ ചെയ്യുന്ന കാറായിക്കോട്ടെ ബൈക്കോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ 2 വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡിന്റെ റേഷ്യോയുടെ ഓപ്പോസിറ്റ് 2 സംഖ്യകൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും എന്ത് ചെയ്യുക? ഷഫിൾ ചെയ്ത് എഴുതുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരാ? നമ്മുടെ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ടൈമിന്റെ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ 1:2 എന്നുള്ളത് എന്താവും? ഇവിടെ നേരെ തിരിച്ചാവും 2:1. ഇനിയാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിന്റ്. എന്താണ്? 3 മിനിറ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി. 3 മിനിറ്റ് പെട്രോൾ അടിക്കാൻ നിർത്തി. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം, ടൈം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇവിടെ 1x അവിടെ 2x. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം, അപ്പൊ അതായത് 2x മൈനസ് 1x എന്ന് പറയുന്നത് എത്രയാണ്? 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ആണ് എന്ത് ചെയ്തത്? അവിടെ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയിട്ടുള്ളത് 2:1 എന്നാവുമ്പോ അപ്പോ നമുക്ക് 1ന്റെ വാല്യൂ കിട്ടി. 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. അതായത് നമ്മുടെ കാർ സഞ്ചരിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് കാറിന്റെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 മിനിറ്റ് ആണ് വരുന്നത്. അപ്പോ നമ്മുടെ സ്കൂട്ടറിന്റെ ടൈം ആകുമ്പോൾ വരുന്നത് എന്താണ്? ഇപ്പൊ 3 എന്നുള്ളത് ഇവിടെ 1:2 ആണ്. ഇവിടെ 1 എന്ന് പറയുന്നത് 3 ആണ് കിട്ടി. അപ്പൊ 2 ആകുമ്പോൾ 2 × 3 ദാറ്റ്സ് ഈക്വൽ ടു 6. 6 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ സ്കൂട്ടർ സഞ്ചരിച്ചെത്തിയിട്ടുള്ളത്. നോക്കിയേ, നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താണ്? ദൂരം ബൈ സമയമാണ് എന്ത്? സ്പീഡ്. അതിൽ നമുക്ക് ദൂരം കിട്ടിയിട്ടുണ്ട്, 5 കിലോമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമയവും കിട്ടിയിട്ടുണ്ട്, 3 മിനിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യുക? ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത്രയ്ക്കേ ഉള്ളൂ ചെയ്യാനായിട്ട്. ആ ഒരു ഇതിലോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് നിലവാരമുള്ള ചോദ്യം തന്നെയാണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ 2020 ശേഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള നല്ല നിലവാരമുള്ള ചോദ്യമാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഐഡിയകൾ മനസ്സിലാക്കി എക്സാമിന്റെ പൾസിനൊത്താണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റ്.
ഇത് മിനിറ്റും ഇത് കിലോമീറ്റർ ആണല്ലേ. അപ്പൊ കിലോമീറ്റർ പെർ അവർ. അപ്പൊ എന്ത് ചെയ്യണം? സമയം എന്ന് പറയുന്നത് അവർ ഫോർമാറ്റിലാണ് വേണ്ടത്, മണിക്കൂറിന്റെ. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. 3/60 എന്നിടാം. 3/60 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 3/60 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇതിലോട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. 5/3/16 എന്ന് വരും. 3/16. ഓക്കെ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? നേരെ തിരിഞ്ഞു പോകുന്നു. അപ്പൊ ഡിവിഷൻ എന്നുള്ളത് നേരെ തിരിച്ചു പോകുമ്പോൾ എന്താ റെസിപ്രോക്കൽ ആയിട്ട് വരും. 5 ഇൻറ്റു ഇപ്പൊ 60 മുകളിൽ വരും. 5 × 60 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോ 3 60 20 പ്രാവശ്യം. അപ്പോ 100 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് നമ്മുടെ കാറ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. 100 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് നമ്മുടെ കാറ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം ഇപ്പൊ സ്കൂട്ടറിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. അതിന്റെ നമുക്ക് സ്കൂട്ടറിന്റെ സമയം ഇട്ട് കൊടുക്കുക. സ്കൂട്ടറിന്റെ സമയം ആകുമ്പോൾ ഇവിടെ 3 പകരം എന്ത് വരും? 6 വരും. അത്രേ ചേഞ്ചസേ വരുന്നുള്ളൂ. അപ്പോൾ സിമ്പിൾ ആണ്, പക്ഷെ അതിന്റെ ഐഡിയകൾ മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അടുത്തൊരു ചോദ്യം. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? 20% കൂട്ടുന്നു, ദെൻ 10% ഡിസ്കൗണ്ടിൽ ഇടുന്നു. എങ്കിൽ ലാഭശതമാനം എത്രയാണ്? ലാഭശതമാനം നോക്കിയേ. നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആദ്യം 1500ന്റെ 20% കണ്ടുപിടിച്ചു. ദെൻ എന്ത് ചെയ്യുന്നു? അതിന്റെ 10% നമ്മൾ കുറച്ചിട്ട് ഡിസ്കൗണ്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അപ്പൊ അതായത് ഒരുപാട് സ്റ്റെപ്പിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോകേണ്ടി വരും. വലിയ നമ്പേഴ്സ് വരും. നമ്മളെ ടൈം എന്ന് പറയുന്നത് ഭയങ്കര കൺസ്യൂമിങ് ആയിട്ട് വരും. ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തു തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശതമാനമാണ്. ശതമാനമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? ശതമാനമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഈ 1500 പകരം ഒരു സ്പെസിഫിക് ആയിട്ട് റൗണ്ട് എത്തിച്ചൊരു 100 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ എടുക്കുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ശതമാനം ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ എന്ത് ചെയ്യുന്നു? ഒരു റൗണ്ട് എത്തിച്ച് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 100 എടുക്കുന്നു. അപ്പോ ആദ്യം പറയുന്നത് 20% കൂട്ടി 20% കൂട്ടാ എന്ന് പറഞ്ഞാല് അപ്പോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണെങ്കിൽ മുഴുവൻ അത് പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ ഈവൻ മൊബൈൽ ചാർജ് ആകുമ്പോൾ 100%. അപ്പൊ പൂർണ്ണമായത് ഇപ്പൊ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 100% കണക്കാക്കണം. ഇപ്പൊ 20% ലാഭത്തിന് എന്ന് പറഞ്ഞാൽ 20% ലാഭം എന്ന് പറഞ്ഞാല് 100% അതിന്റെ ടോട്ടൽ ഉള്ളത്. 20% ലാഭം കൂടുതൽ എക്സസ് ആണ്. അപ്പോ 120%. അപ്പൊ 100 × 120/100 ഇത്ര ഉള്ളൂ. ലാഭം എന്ന് പറയുന്നത് ആയതുകൊണ്ടാണ് എന്തായത് 120. അപ്പൊ അതിന്റെ വില എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മള് ഇവിടെ ആകെ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. ഫാനിന്റെ വില നമ്മൾ 100 കണക്കാക്കി നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോ അതിന്റെ 120% കൂട്ടുന്നു. പിന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് 10% കുറഞ്ഞു. മൊത്തത്തിലുള്ള വില എന്ന് പറയുന്നത് 100% അപ്പൊ അതിൽ നിന്ന് 10% കുറയാ എന്ന് പറഞ്ഞാൽ 90/100. അപ്പൊ ശതമാനം എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണല്ലോ എഴുതുക. അപ്പൊ ഇതിൽ ഈ 2 0യും എന്ത് ചെയ്യുന്നു? കട്ടായി പോകുന്നു. ദെൻ ഇത് ഇപ്പൊ 0കൾ മുഴുവനും കട്ടായി പോകുന്നു. ദെൻ ലാസ്റ്റ് വരുന്നത് 12 × 9. 12 × 9 എന്ന് പറയുന്നത് 108. അതായത് 100 രൂപയുടെ സാധനം നമ്മൾ വിറ്റത് 108 രൂപയ്ക്കാണ്. അപ്പോൾ 100 രൂപയാണെങ്കിൽ അതിന്റെ 100% എന്ന് പറയുന്നത് 100 തന്നെയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ 8% എന്ന് പറയുന്നത് 8 രൂപയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് 8% ആണ്. ഇവിടെ ശതമാനം കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് എന്ത് ചെയ്യാം? നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ. 1500ന്റെ 20% ആദ്യം കാണുന്നു.
20% കണ്ടതിന് ശേഷം 1500 കൂടി എന്ത് ചെയ്യാം, 20 കൂട്ടാം. 20% കാണാൻ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ദെൻ എന്ത് ചെയ്യുന്നു, 1500 കൂടി 20% കൂട്ടുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അതിൻ്റെ 10% കാണുന്നു, 10% കുറയ്ക്കുന്നു. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം നമ്മളോട് ശതമാനം ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 100 എടുത്തിട്ട് ചെയ്തത്. 100ന് പകരം നിങ്ങൾക്ക് 200 ആണ് എളുപ്പമെങ്കിൽ എന്ത് ചെയ്യാം, 200 എടുക്കാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8% ആണ്. അപ്പം 100 രൂപയ്ക്ക് വിറ്റ സാധനം 8 രൂപ ലാഭം കിട്ടിയെങ്കിൽ അത് 8% ലാഭമാണ്. അപ്പോൾ അടുത്തതായിട്ട് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് എത്ര? 225 സെന്റിമീറ്റർ സ്ക്വയർ, അതുപോലെ തന്നെ 625 സെന്റിമീറ്റർ സ്ക്വയർ, 500 സെന്റിമീറ്റർ സ്ക്വയർ, 2500 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1 മീറ്റർ. അപ്പൊ 1 മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, സെന്റിമീറ്ററിലോട്ട് ചേഞ്ച് ചെയ്യാം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 1 മീറ്റർ നീളമുള്ള ഈ ഒരു കമ്പീനെ എന്ത് ചെയ്യുന്നു, ചതുർഭുജം 4 വശങ്ങളുള്ള ഒരു രൂപമാക്കിയിട്ട് നമ്മൾ മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇപ്പൊ ഇതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ പരപ്പളവ് കിട്ടണമെങ്കിൽ അതെന്ത് ചെയ്യണം, അതൊരു സ്ക്വയർ ആയാലാണ് നമുക്കൊന്നും കൂടി ഏറ്റവും കൂടുതൽ പരപ്പളവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പിയാണ് എന്ത് ചെയ്യുന്നത്, വളച്ചൊടിച്ചൊരു ചതുർഭുജത്തിന്റെ ഷേപ്പിലോട്ടാക്കുന്നത്. അതായത് ഇതിന്റെ ചുറ്റളവ്, ഈ കമ്പിയെ ചുറ്റി ഇപ്പോ നോക്കിയേ വളച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്, 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു സ്ക്വയർ ആക്കിയാലാണ് കൂടുതൽ എന്ത് ചെയ്യുക, പരപ്പളവ് കിട്ടുക. അപ്പൊ നമ്മള് സ്ക്വയറിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4a. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് 4a ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് വന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു വശം a എന്ന് പറയുന്നത് വശമാണ്, a ഈക്വൽ ടു 100/4 ദാറ്റ്സ് ഈക്വൽ ടു 25. അതായത് ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഇവിടെ 25, ഇവിടെ 25, ഇവിടെ 25, ഇവിടെ 25. ഓക്കെ, അങ്ങനെ 100 സെന്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അതിനെ വളച്ചൊടിച്ച് 25 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ആക്കി മാറ്റി. വശങ്ങൾ 25 സെന്റിമീറ്റർ ഉള്ളത്. ഇനി പരപ്പളവ് കണ്ടുപിടിച്ചൂടെ, 25 × 25. ഓക്കെ, 625 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ 625 ആണ് ആൻസർ വരുന്നത്. ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന ചോദ്യമാണ്. അത്ര വലിയ തലപൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ചുവടെ തന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കുടുംബ ബജറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇനങ്ങൾ നോക്കാം. ഭക്ഷണം 30%, വസ്ത്രം എന്ന് പറയുന്നത് 10%, വിദ്യാഭ്യാസം 25%, ആരോഗ്യം 20%, വിനോദം 15%. അങ്ങനെ ഒരു പൈ ഡയഗ്രത്തിന്റെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 30, 10, 25, 20, 15 ടോട്ടൽ 100%. 100%ത്തിന് തന്നെ ഒപ്പം 100% വരുമാനത്തിന് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആക്കി ഭക്ഷണത്തിന്, അതുപോലെ തന്നെ വസ്ത്രത്തിന്, വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, വിനോദത്തിന് എന്ത് ചെയ്യുന്നു, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോണളവ് എത്രയാണ്? കേന്ദ്ര കോണളവ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ ടോട്ടൽ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു സർക്കിള് 360 ഡിഗ്രി. ഇപ്പൊ ഹാഫ് സർക്കിൾ ആണെങ്കിൽ 180. ഇപ്പൊ ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പൈ ഡയഗ്രാം എന്ന് പറയുന്നത് ആ തന്നിട്ടുള്ള വാല്യൂസിനെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു സർക്കിളിനെ ബേസ് ആക്കിയിട്ട് സൂചിപ്പിച്ച് എഴുതുന്നതിനെയാണ് ആ തന്നിട്ടുള്ള വാല്യൂസ് ഇങ്ങനെ അതിന് പ്രോപ്പറായിട്ട് ഇതാകുമ്പോൾ ഇത്ര, ഇതിനാകുമ്പോൾ ഇത്ര എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് എഴുതുന്നതാണ് എന്ത്, നമ്മുടെ പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 360 ആണ് ഇതിന്റെ ആംഗിൾ, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിനായിട്ട് 25%. അപ്പൊ 25% എന്ത് ചെയ്യുക, 360 25%, 25/100 ഇൻറ്റു. അപ്പൊ 25% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 25/100 ചെയ്താൽ മതി. ഈ സീറോയും എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം.
360. അപ്പൊ ഇതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും. 25, 25ഉം 4ഉം. അപ്പോൾ 25 10 എന്ത് വരും? 4 പ്രാവശ്യം പോവും. അപ്പൊ ഇവിടെ 1. അപ്പൊ 360 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒന്നും കൂടി എളുപ്പം. 25ഉം 100ഉം കൂടിയും കട്ട് ഷോർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? 1/4 എന്നുള്ള ഫോർമാറ്റിലോട്ട് ആക്കുന്നു. അപ്പൊ 4 36 9 പ്രാവശ്യം, അതായത് 90 ഡിഗ്രിയാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാണിക്കാനായിട്ട് 90 ഡിഗ്രി ആംഗിൾ ആണ് വേണ്ടത്. 90 ഡിഗ്രി എടുത്തത് ഏകദേശം ഇത്ര എടുത്താലാണ് നമ്മുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 25% ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്തിപ്പോ ഇതിന് പകരം നോക്കിയേ, ഇതിന് പകരം ഇപ്പൊ വസ്ത്രമാണെങ്കിലോ, ഇപ്പൊ 360 ഇൻറ്റു 10/100. 10/100. അപ്പൊ ഈ 0യും ഈ 0 കട്ടായി പോയി, ഈ 0 കട്ടായി പോയി. അപ്പൊ ഇത് 36 ഡിഗ്രി. അപ്പൊ അതിന് പകരം ഇപ്പൊ ആരോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10ന് പകരം 20 ആക്കാം. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. അപ്പൊ ആ വാല്യൂസിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 90 ഡിഗ്രി ആണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം. ഇത് കാണുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാണുമ്പോൾ മേ ബി ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും, പക്ഷെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതാം. √4, √21, ഇവിടെ ഒക്കെ ഒരു പ്ലസ് ഉണ്ട്. √13 പ്ലസ് √8 പ്ലസ് √1. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഈ അറ്റത്തുനിന്ന് അങ്ങോട്ട് ചെയ്തു തുടങ്ങാം. √1 ചെയ്യാം. ഓക്കെ, 4 പ്ലസ് 21 പ്ലസ് 30 പ്ലസ് 8 പ്ലസ്. ഇപ്പൊ ഇവിടെ √1, 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയാണ്. അപ്പൊ റൂട്ട് ഒഴിവാക്കി. 8 + 1, 8 + 1 എന്ന് പറയുന്നത് 9 ആണ്. ഇനി അപ്പൊ എന്ത് ചെയ്യാ? അടുത്തത് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. 8 + 1 എന്ന് പറയുന്നത് √9 ആണ്. ഓക്കെ, √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 ആണ് എന്ത്? 9 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് റൂട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ √4 + 21 പ്ലസ് √30 പ്ലസ്, അപ്പോൾ 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 വന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് 4 + 21 പ്ലസ് 30 + 3 ആയി. ഇപ്പോൾ ഇവിടെ വരെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. 30 + 3, അതായത് √16 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 × 4 ആണ് എന്ത്? 16. അപ്പൊ അതിന്റെ 16ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, 4 + √21 പ്ലസ് എന്ത് വരും? നമുക്ക് ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് 4 ആണ്. ഓക്കെ, 4 വന്നു. അപ്പൊ ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് 21. √21 + 4 എന്ന് പറയുന്നത് √25 ആണ്. 25ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് 5 ആണ്. 5 × 5 ആണ് എന്ത്? 25 എന്ന് വരുന്നത്. അപ്പൊ √4 + 25 അല്ല, 5 വരും. 25ന്റെ റൂട്ട് എടുക്കുമ്പോൾ 5 വരും. ദാറ്റ്സ് ഈക്വൽ ടു √9. √9 എന്ന് പറയുന്നത് 3 ആണ് ആൻസർ വരാ. √9 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, √9 3 ആണ്. ഓപ്ഷൻ സി ആണ് എന്ത്? ആൻസർ എന്ന് വരുന്നത്. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ദെൻ ചെയ്യുക. അപ്പൊ എല്ലാ പ്രോബ്ലത്തിനും എന്തുണ്ട്? ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇനി അടുത്തൊരു ചോദ്യം. 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ, അതായത് 7 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 31 ആയി. അപ്പൊ ഒഴിവാക്കിയ സംഖ്യ ഏത്? 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 32 ആണ്. അതിൽ ഒന്ന് ഒഴിവാക്കി 7 സംഖ്യയാക്കിയപ്പോൾ അതിന്റെ ശരാശരി ഏവറേജ് എന്ന് പറയുന്നത് 31 ആണ്. അപ്പോ അതിൽ ഒഴിവാക്കിയ സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ ഒഴിവാക്കിയ സംഖ്യ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. രണ്ടും എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാം. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഏവറേജ് എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. ശരാശരി എന്ന് പറയുമ്പോൾ തുക ബൈ എണ്ണം. അപ്പൊ തുക കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശരാശരി ഇൻറ്റു എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തുക കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം?
8 സംഖ്യകളായിരുന്ന സമയത്തുള്ള തുക കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 7 സംഖ്യകളായിരുന്ന സമയത്തുള്ള തുക കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടി -7 കഴിഞ്ഞാൽ ഏതാണ് ഒഴിവാക്കിയ സംഖ്യ എന്ന് കിട്ടും. അതായത് അവ തമ്മിലുള്ള വ്യത്യാസം 8 സംഖ്യകളിൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ 7 സംഖ്യകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്, 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? ആ ഒഴിവാക്കിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തുകയായിട്ട് കണ്ടുപിടിക്കാം. 32 × 8 - 31 × 7. അപ്പോൾ 32 × 8 എന്ന് പറയുന്നത് 256 വരും. 256 - 31 × 7 എന്ന് പറയുന്നത് 217. എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. നമുക്കൊന്ന് കുറച്ച് നോക്കാം. അപ്പോൾ 16 7 പോയി കഴിഞ്ഞാൽ 9 വരും. 4 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 3, 39. അപ്പോൾ പോയ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒഴിവാക്കിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 39 ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഒഴിവാക്കിയ സംഖ്യ എന്ന് പറയുന്നത്, പോയ സംഖ്യ എന്ന് പറയുന്നത് 39 ആണ്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? തുക കണ്ടതിന് ശേഷം രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത്രേ ഉള്ളൂ. പുതിയ ശരാശരി അതായത് 7 ആളുകളുള്ള സമയത്ത് എന്താണ് ശരാശരി? എത്രയാണ്? 31 ആണല്ലോ. പുതിയ ആളുള്ള സമയത്തുള്ള ശരാശരി 31 ആണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എത്രയാണ്? ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 8 ആദ്യം ഉണ്ടായിരുന്ന നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. 8 എന്നുള്ളത് 7 ആവാണ് ചെയ്തത്. അപ്പോൾ 31 പ്ലസ് എന്ത് ചെയ്യാം? 8. ഇനി ശരാശരിയിൽ വന്നിട്ടുള്ള വ്യത്യാസം 32 എന്നുള്ളത് എന്തായി? 31 ആയി. അതായത് 1 കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? ×1. അപ്പൊ 31 + 8 എന്ന് പറയുന്നത് 39 ആണ്. 39 × 1 എന്ന് പറയുന്നത് 39 തന്നെയാണ്. ഇപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെയും ചെയ്യാം. അതായത് ഇത്ര 5 സംഖ്യകളുടെ തന്നു, അല്ലെങ്കിൽ 8 സംഖ്യകളുടെ തന്നു, സംഖ്യ ഭാരോ വെയിറ്റോ എന്തായിക്കോട്ടെ, ഏവറേജിന്റെ ഇതിൽ ഇത്ര ആൾക്കാർ തന്നു, ഇത്ര ഒരെണ്ണം പോയി, അല്ലെങ്കിൽ 1 കുറഞ്ഞു 2 കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പം. പ്രത്യേകിച്ച് ഒന്നുമില്ല. പുതിയ ശരാശരി, അതിനോടുകൂടി ആദ്യമുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം, ദെൻ എന്ത് ചെയ്യുന്നു? അവ തമ്മിലുള്ള വ്യത്യാസം, ഇപ്പൊ ശരാശരിയിൽ വന്ന വ്യത്യാസം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 32 ആണ്. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ശരാശരി എന്ന് പറയുന്നത് 31 ആയി. അപ്പോ 8 സംഖ്യകളുടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതാം. 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 32 ആണ്. അതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 31 ആണ്. ഇനി ഒഴിവാക്കിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. 2 തരത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ. ഒന്നാമത്തെ രീതി ഇതാണ്. നമ്മൾ തുക കാണാം. ഇപ്പൊ 2ന്റെ ഇപ്പോ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? ശരാശരി എന്ന് പറയുമ്പോൾ തുക ബൈ എണ്ണാണല്ലോ. അപ്പൊ അതിൽ തുക കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ശരാശരി ഇൻറ്റു എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് തുക കിട്ടും. എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ തുക കിട്ടും. അപ്പോൾ 8 സംഖ്യകളായിരുന്നപ്പോഴുള്ള തുക കണ്ടുപിടിക്കുക, 7 സംഖ്യകളായിരുന്നപ്പോഴുള്ള തുക കണ്ടുപിടിക്കുക. തന്നെ എന്ത് ചെയ്യുക? അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 7 എണ്ണം വരെയുള്ള തുക കിട്ടിയിട്ടുണ്ട്, 8 എണ്ണം വരെയുള്ള തുക കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ ആ പോയിട്ടുള്ള ആ ഒരു സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാൻ അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് തുക കണ്ടുപിടിക്കാം. ഇത് ഇത്ര ചെയ്താൽ മതി. ശരാശരി ഇൻറ്റു എണ്ണം. 8 പേരുടെ 32 ആണ് ശരാശരി, 7 പേരുടെ 31 ആണ് ശരാശരി. അപ്പൊ ഇത്ര ചെയ്താൽ മതി. 32 × 8 മൈനസ് 31 × 7. 32 × 8 എന്ന് പറയുന്നത് 256 ആണ് വരിക കേട്ടാ. 256 മൈനസ് 31 × 7 എന്ന് പറയുന്നത് 217 ആണ്. അപ്പൊ നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ.
ദെൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഒഴിവാക്കിയ സംഖ്യ എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 6 എന്തായാലും 7 പോവില്ല. കടയെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് എന്ത് ചെയ്യുക ചെയ്യാം. അപ്പോൾ 16 7 പോയി. ഇപ്പോൾ പോകുന്ന സമയത്ത് 9 വന്നു. 4 1 പോയി കഴിഞ്ഞാൽ 3. 39 എന്ത് ആ പോയ അല്ലെങ്കിൽ ഒഴിവാക്കിയ ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് 39. വേറെ രീതിയിലും കൂടി എന്ത് ചെയ്യാം, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്രയ്ക്കുള്ളൂ. രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും തുക കാണാം, then എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പുതിയ ശരാശരി. പുതിയ ശരാശരി എത്രയാണ്? 31. 31 പ്ലസ് പഴയ ആളുകളുടെ എണ്ണം. പഴയ ആളുകൾ അല്ലെങ്കിൽ പഴയ നമ്പർ, ഇവിടെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത്ര നമ്പേഴ്സ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ അല്ലേ? 8 ആണ്. then എന്ത് ചെയ്യുന്നു, ഇത് തമ്മിലുള്ള ശരാശരിയിൽ വന്ന വ്യത്യാസം 32 31. 32 31. 1 വ്യത്യാസം, 1 കുറഞ്ഞു. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, ഇൻറ്റു 1 ചെയ്താൽ മതി. അപ്പോ 31 + 8 ദാറ്റ്സ് ഈക്വൽ ടു 39. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇങ്ങനെ ആകുമ്പോൾ എന്തില്ല, കാൽക്കുലേഷൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇത്ര സ്റ്റെപ്പില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ കുറഞ്ഞു അല്ലെങ്കിൽ 2 ആൾ കുറഞ്ഞു എങ്കിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പോയ ആളുടെ ഭാരം എത്ര, വന്ന ആളുടെ ഹൈറ്റ് എത്ര. ഇപ്പൊ ശരാശരി എന്ന് പറയുമ്പോൾ ഭാരം, ഹൈറ്റ് അങ്ങനെ പലതും ആയിട്ട് തരാറുണ്ട്. ഇപ്പൊ നമുക്കിവിടെ വന്നിട്ടുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് പോയ ആളുടെ നമ്പർ കണ്ടുപിടിക്കാൻ ഇത്ര ചെയ്താൽ മതി. സിമ്പിൾ ആണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. ഇനി അടുത്തത് 4a = 6b = 8c ആയാൽ a/b/c. നമ്മളോട് ഇവിടെ അംശബന്ധം കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. a/b/3. നമുക്ക് ആകെ തന്നിട്ടുള്ള ഒരു ഹിന്റ് എന്ന് പറയുന്നത് 4a = 6b ആണ്. 6b എന്ന് പറയുന്നത് 8c, അതിന് തുല്യമാണ്. 4aക്ക് തുല്യമാണ് എന്ത്, 6b എന്ന് പറയുന്നത്. 6bക്ക് തുല്യമാണ് എന്ത്, 8c എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. സുഖാണ്. ഇപ്പൊ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു, എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത്ര ചെയ്തിട്ടുള്ളൂ. a = ഇപ്പൊ എയുടെ ഭാഗം എന്ത് ചെയ്യുന്നു, പൊത്തുന്നു. പൊത്തി കഴിഞ്ഞാൽ എന്ത് ബാക്കിയുള്ളതാകെ 6. 6bയും അതുപോലെ 8c ആണുള്ളത്. അപ്പൊ a = എന്താണ് വരിക, 6b 8c. അപ്പൊ 6 × 8. 6 × 8. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബിയുടെ ഭാഗം പൊത്തുന്നു. ബിയുടെ ഭാഗം പൊത്തി കഴിഞ്ഞാല് 4 × 8. ഓക്കെ. അടുത്തത് സി എടുക്കുമ്പോൾ സിയുടെ ഭാഗം പൊത്തി. ഇപ്പൊ ഇവിടെ വരുന്നത് 4ഉം 6ഉം ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് 4 × 6. then എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 48. അതേപോലെ തന്നെ 32 24. അപ്പോ a/b/c എന്ന് പറയുന്നത് 48 32 24 ആണ്. ഇതെന്ത് ചെയ്യണം, ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യണം. കട്ട് ഷോർട്ട് ചെയ്യുന്ന ഇതിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ നമ്പറിന്റെ ഏറ്റവും സ്മോളസ്റ്റ് വേർഷൻ ആണ് എന്ത് വരിക, ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് 8 പോവും. ഇത്ര ചെയ്യുക, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 48/8 എന്ന് പറയുന്നത് 6 ആണ്. 6:32/8 എന്ന് പറയുന്നത് 4 ആണ്. 24/8 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 6:4:3. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഒരു നമ്പർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ബിയുടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള 2 നമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഹൈഡ് ചെയ്യുക. സിയുടെ കിട്ടണമെങ്കിൽ സെയിം പ്രൊസീജിയർ കേട്ടോ. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 3/4 ഭാഗം 10.5 ലിറ്റർ ആണ് വെള്ളം ഒഴിച്ചത്. 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ്, അതായത് ആ ഒരു ടാങ്കിൽ എത്ര വോളിയമാണ്, എത്ര നമ്മുടെ വെള്ളം ഉൾക്കൊള്ളും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയ്ക്കുള്ളൂ. സിമ്പിളാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് ലോജിക്കലി ചെയ്യാവുന്ന കാര്യമാണ്. ടാങ്കിന്റെ വോളിയം എത്രയോ ആണ്, അതിന്റെ 3/4 എന്ന് പറയുന്നത്
ടാങ്കിന്റെ മൊത്തം വോളിയത്തിന്റെ 3/4 എന്ന് പറയുന്നത് 10 10 എന്താണ്, ഒരു മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത് അല്ലെ, മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു, നോർമൽ ഭിന്നത്തിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. 10 എന്ന് പറയുമ്പോൾ 21/2 എന്നാക്കി. ഓക്കെ, 21/2. അപ്പോ ടോട്ടൽ വോളിയത്തിന്റെ 3/4, വോളിയം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 3/4 ഭാഗം എന്ന് പറയുന്നത് 21/2 ആണ്. then ഇത് അപ്പുറത്തോട്ട് പോകുന്നു. ഇവിടെ ഡിവിഷൻ എന്നുള്ളത് എന്താകുന്നു, അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇപ്പുറത്തെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അത്ര ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എക്സ് എന്ന് പറയുന്നത് 21/2. 21/2 ഇത് ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ഡിവിഷൻ ആയിട്ടുള്ള 4 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതേപോലെ തന്നെ ഇവിടെ എന്താകുന്നു, 3 എന്നുള്ളത് എന്താകുന്നു, ഡിവിഷൻ ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 4 2 പ്രാവശ്യം, 3 21 7 പ്രാവശ്യം, that's equal to 7 into 2, that's equal to 40. 14 ലിറ്റർ വെള്ളം ആ ഒരു ടാങ്കിൽ കൊള്ളും. അപ്പോൾ അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള 14 ലിറ്റർ ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സുഖമായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 14 ലിറ്റർ വെള്ളമാണ് അതിൽ ടോട്ടലായിട്ട് കൊള്ളുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് വോളിയം തരാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു എക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു. അതിൻ്റെ 3/4 ഭാഗം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. 10 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്ത് ആൻസറിലോട്ട് എത്തുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്ത് ദശാംശം വന്നാലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദശാംശ സ്ഥാനങ്ങളൊന്ന് കൗണ്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ 1 സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്. മൊത്തം ഇവിടെ മോളത്തെ അപ്പർ പാർട്ടിൽ വരുന്നത് 5 സ്ഥാനങ്ങൾ, പോയിന്റിന് ശേഷം 5 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ എന്ത് വരുന്നു, ഇവിടെ അതേപോലെ തന്നെ 2. അതായത് ഇവിടെ എന്ത് വരുന്നു, 5 സ്ഥാനങ്ങൾ. മുകളിൽ 5 സ്ഥാനമുണ്ട്, അടിയിൽ 5 സ്ഥാനമുണ്ട്. ഇപ്പം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റ് ഭാഗം ഒഴിവാക്കി നമുക്ക് നമ്പർ ആയിട്ട് എഴുതാൻ പറ്റും. നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഈക്വൽ ആയിട്ടുള്ള 5 സ്ഥാനങ്ങൾ മുകളിലും 5 സ്ഥാനങ്ങൾ അടിയിലും ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ മൾട്ടിപ്ലിക്കേഷനും കൂടിയാണ് വന്നിട്ടുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട്. അപ്പം നമുക്ക് പോയിന്റ് ഇല്ലാതെ എന്ത് ചെയ്യാം, എടുത്തെഴുതാം. 5 ഉം 5 ആയതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് 48 into 56. 0.48 എന്നുള്ളതായി എന്തായി, 48 ആയി. 5.6 എന്നുള്ളതായി എന്തായി, 56 ആയി. into 28 all divided by 3.2 എന്നുള്ളത് 32 ആയി. 21 എന്നുള്ളത് 0.21 എന്നുള്ളത് 21 ആയി. 0.40 എന്നുള്ളത് എന്തായി, 0.40 ആയി. 0.14 എന്ന് പറയുന്നത് 40 ആയിട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമുക്ക് കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. 14 28 2 പ്രാവശ്യം പോവും. അതേപോലെ തന്നെ ഇതിലൊക്കെ കോമൺ ആയിട്ട് 8, ഇതിൽ 8 പോവും കോമൺ ആയിട്ട്. അപ്പോൾ 8 6 പ്രാവശ്യം ഇവിടെ പോവും, ഇവിടെ 4 പ്രാവശ്യം പോവും. അതേപോലെ ഇവിടെ 7 പോവും കോമൺ ആയിട്ട്. ഇവിടെ 7 into 8 ആണ് എന്ത്, 56 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം. ഇനി ഇതെന്ത് ചെയ്യാം, സുഖമായിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. 6 into 8 into 2 ഡിവൈഡഡ് ബൈ 4 into 3. ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം, കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വെട്ടി ചെറുതാക്കാൻ അറിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ലാസ്റ്റ് എന്ത് വന്നു, 2 into 2 into 2. 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ വേറൊരു രീതിയും കൂടി ഉണ്ട്. രീതിയല്ല, ജസ്റ്റ് നമുക്ക് ലോജിക്കിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ 5 സ്ഥാനങ്ങൾ പോയിന്റ്, ഇവിടെ 5 സ്ഥാനങ്ങൾ. അപ്പം നമ്മൾ പോയിന്റ് ഒഴിവാക്കി. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, പോയിന്റ് ഇല്ലാത്തൊരു സംഖ്യ അല്ലേ. 48 56 28 32 21 14 പോയിന്റ് ഇല്ലാത്ത നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പോയിന്റ് ഇല്ലാത്ത ആൻസർ ആയിരിക്കും കിട്ടാം. ലോജിക്കലി ചിന്തിച്ചു എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ട് എത്താനായിട്ട് പറ്റും. എത്രമാത്രം ആലോചിച്ചാൽ മതി. ഈ ഒരു പോയിന്റ് ഒഴിവാക്കണ കാര്യം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ഓപ്ഷൻ എ ആണ് എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് എത്രയാണ്? നമുക്ക് ഇത്ര തന്നിട്ടുള്ളൂ.
മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 120 ഡിഗ്രി തിരിയും. മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുന്ന സമയത്ത് മണിക്കൂർ സൂചി എത്ര ഡിഗ്രിയാണ് തിരിയുന്നത്? അപ്പോൾ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മണിക്കൂർ സൂചി 1 ഡിഗ്രി തിരിയുന്ന സമയം കൊണ്ട്, മണിക്കൂർ സൂചി അവറിൻ്റെ സൂചി 1 ഡിഗ്രി തിരിയുന്ന സമയം കൊണ്ട് മിനിറ്റ് സൂചി 12 ഡിഗ്രി തിരിയും. അപ്പോൾ 1 ഡിഗ്രി ഇവിടെ കറങ്ങുമ്പോൾ അവിടെ 12 ഡിഗ്രി പോയിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. അതായത് ഇതൊരു നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോലെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാവുന്നതാണ്. മണിക്കൂർ സൂചി ഒരു ഡിഗ്രി തിരിഞ്ഞാൽ മിനിറ്റ് സൂചി ആ സമയം കൊണ്ട് 12 ഡിഗ്രി പോയിട്ടുണ്ടാവും. അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. ടോട്ടൽ 120 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി കറങ്ങിയത്. 120 ഡിഗ്രി മിനിറ്റ് സൂചി കറങ്ങി. അപ്പോ 12 ഡിഗ്രി ആയാലാണ് ഇവിടെ എന്ത് വരുന്നത്, 1 ഡിഗ്രി നമ്മുടെ മണിക്കൂർ സൂചി തിരിയുന്നത്. ഇവിടെ 12 ആയാലാണ് ഇവിടെ 1 ഡിഗ്രി. അപ്പൊ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 12 ചെയ്താൽ 10 ഡിഗ്രി. ഇത്രേ ഉള്ളൂ. ഒരു മണിക്കൂർ സൂചി 1 ഡിഗ്രി കറങ്ങുന്ന സമയം കൊണ്ട് മിനിറ്റ് സൂചി 12 ഡിഗ്രി കറങ്ങും. ആ ഒരു ഇത് അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. 120/12, അതായത് 10 ഡിഗ്രി. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 10 ഡിഗ്രി ആണ് കേട്ടോ. അടുത്തൊരു ചോദ്യം, 20, 40, 22, 38, 26, 34 ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ യഥാക്രമം ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കാം. 20 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 40 ആണ്. 40 കഴിഞ്ഞിട്ട് 22 ആണ്. 22 കഴിഞ്ഞിട്ട് 38, 38 കഴിഞ്ഞിട്ട് 26. അതായത് ഒരു ഓർഡർ ഇല്ലാതെയാണല്ലേ പോകുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആദ്യം കൂടുന്നു കുറയുന്നു അങ്ങനെ ഒരു വേരിയേഷനിൽ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡബിൾ സീരീസ് ആണ്. ഡബിൾ സീരീസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നോക്കിയേ, ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് നോക്കിയേ, 20നോട് കൂടി 2 കൂട്ടിയപ്പോ 22 ആയി. 22നോട് കൂടി 4 കൂട്ടിയപ്പോൾ 26 ആയി. അതേപോലെ തന്നെ അടിയിൽ 40ൽ നിന്ന് 2 കുറച്ചപ്പോൾ 38 ആയി. 38ൽ നിന്ന് 4 കുറച്ചപ്പോൾ എന്തായി, 34 ആയി. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത സീരീസ് ആണെങ്കിൽ അത് ഡബിൾ സീരീസ് ആയിരിക്കും. അതായത് അത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ഓൾട്ടർനേറ്റീവ് 20 കഴിഞ്ഞ് ഓൾട്ടർനേറ്റീവ് 22, 20, 22, 26 അങ്ങനെ പോകുന്നു. 40, 38, 34 അങ്ങനെ. അപ്പൊ ഇതിന്റെ അടുത്ത സംഖ്യ എവിടെ നിന്നായിരിക്കും വരാ, ഇത്. അപ്പോ 2, 4, ഇനി അടുത്തത് 6 ആയിരിക്കും അല്ലെ. 2 വെച്ച് കൂടിയും കുറഞ്ഞാണ് പോകുന്നത്. അപ്പൊ 26 + 6 എന്ന് പറയുന്നത് 32 ആണ്. 26 + 6 32 ആണ്. 34ൽ അടുത്ത് എന്താവും, -6 ആണ്. 34ൽ നിന്ന് -6 ആയി കഴിഞ്ഞാൽ 28. അപ്പോ 32ഉം 28ഉം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പോ പലതരം സീരീസ് ഉണ്ട്. സ്ക്വയറിന്റെ വരാറുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരാറുണ്ട്, അഡീഷൻ വരാറുണ്ട്, സബ്സ്ട്രാക്ഷൻ വരാറുണ്ട്. അതുപോലെ ഇത് ഡബിൾ സീരീസ് ഉണ്ട്, ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള സീരീസ് ഉണ്ട്. പല ടൈപ്പ് സീരീസ് ഉണ്ട്. അപ്പൊ അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ചോദ്യം, ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നും, പക്ഷെ അതിന്റെ ഇക്വേഷൻ അറിയുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു നിശ്ചിത തുക 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1000 രൂപയാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയെങ്കിൽ എത്രയാണ് തുക? ഇത്ര തന്നിട്ടുള്ളൂ. പലിശ നിരക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തേക്കാണ് എങ്കിൽ, ഇപ്പോ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ സാധാരണ പലിശയും അതുപോലെ തന്നെ കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് P × R/100 ഹോൾ സ്ക്വയർ ആണ്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് മുതലാണ്, R എന്ന് പറയുന്നത് റേറ്റ് ആണ്, അതുപോലെ തന്നെ മുകളിൽ സ്ക്വയർ വരും. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വ്യത്യാസം നമുക്കറിയാം. വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, എന്ത്, 1000 ആണ് വ്യത്യാസം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ R എന്ന് പറയുന്നത്, R എന്താണ്,
5% ആണ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 2 വർഷത്തേക്കാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ 1 വർഷമാണെന്നുണ്ടെങ്കിൽ സാധാരണ പലിശയും പലിശയും തമ്മിൽ എന്തില്ല വ്യത്യാസമില്ല. സാധാരണ പലിശയ്ക്ക് തുല്യം തന്നെയാണ് കൂട്ടുപലിശ. അപ്പോൾ 2 വർഷമാകുമ്പോൾ വ്യത്യാസത്തിന് ഈ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ മതി. ഇവിടെ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഇൻറ്റു ആർ എന്ന് പറയുന്നത് 5 സ്ക്വയർ. ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആക്കി ഒന്ന് എഴുതുന്നുള്ളൂ. 5 സ്ക്വയർ 100 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1000 എന്ന് വന്നു. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പി ഇൻറ്റു 25 ഓൾ ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000 വന്നു. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? കട്ട് ഷോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 100 ഓപ്പോസിറ്റ് സൈഡിലോട്ട്, അല്ല 100 അല്ല 1000 ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? കട്ട് ഷോർട്ട് ചെയ്യുന്നു. പി എന്ന് പറയുന്നത് 1000 ഇൻറ്റു ഇവിടെ ഡിവിഷൻ ആയിരുന്ന 10,000 ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് എന്താകുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന 25 ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതെന്താകുന്നു? ഡിവിഷൻ ആയിട്ട് മാറുന്നു ബൈ 25. ഇപ്പോൾ ഇവിടെ 25 വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് എന്ന് പറയുന്നത് 40 ആണ്. 40 ഇൻറ്റു 10,000. 40 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൂജ്യം കൂടി എന്ത് ചെയ്യുക? എടുത്തിടുക. അതായത് 4 ലക്ഷമാണ് ഇതിൻ്റെ തുക എന്ന് പറയുന്നത്. നമ്മുടെ മുതൽ കിട്ടിയിട്ടുണ്ട്. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ഇക്വേഷൻ അറിയുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നും അറിയണ്ട, ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നമ്മളെല്ലാതും മുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രമാണ് പറക്കി എടുത്ത് പഠിക്കുക. കുറച്ചും കൂടി ഹാർഡർ ലെവലിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല നിലവാരമുള്ള പേപ്പറായിരുന്നു. അത്യാവശ്യം അറിയുന്ന ആൾക്കാർ മാത്രമായിരിക്കും ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിന് തുല്യമാണ്. അപ്പോൾ അതിനോട് കൂടി 1 കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 2 കുറവായ ഒരു സംഖ്യയുടെ 4 മടങ്ങ് ഏതൊരു സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് എടുക്കുന്നു. ഏതോ ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ ആ സംഖ്യയേക്കാൾ 2 കുറവായിട്ട് സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് ഇട്ടു. എക്സിൽ നിന്ന് 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. ഇൻറ്റു 5 മടങ്ങ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് ബൈ 5 1 കൂടുതലാണ് +1. ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ എടുത്തെഴുതി. ഇത് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. പിന്നെ ഇതൊന്ന് ഇതാക്കി എടുത്താൽ മതി. അപ്പോൾ 4x ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് സംഖ്യയേക്കാൾ 2 കുറവായതിൻ്റെ 5 മടങ്ങിനോട് കൂടി 1 കൂട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ സംഖ്യ ഏത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 4x എന്ന് പറയുന്നത് x-2 ഇൻറ്റു 5 + 1. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. 4x ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുന്നു 5x - 10 + 1. ഇവിടുത്തെ +1 എന്ത് ചെയ്യുന്നു? എടുത്തെഴുതി. ഇവിടെ -10ഉം ഇവിടെ +1 ആകുമ്പോൾ 9 വരും. അപ്പോൾ 4x ഈക്വൽ ടു 5x - 9. ഓക്കെ, ഈ 9 ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. 4xനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ 9 എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ നെഗറ്റീവ് ആയിരുന്ന 9 ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആവും. 9 എന്ന് പറയുന്നത് 5x - 4x, അതായത് 9 ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എക്സ്, ഏതോ ഒരു സംഖ്യ എന്നിട്ട് നമ്മൾ എടുത്തത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. ഓക്കെ അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ഈ തന്നിട്ടുള്ളതിനെ ഒരു ബീജഗണിത ഫോർമാറ്റിലോട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. 15 ചോദ്യങ്ങളാണ് നമ്മുടെ LP UP വരുന്നത്. മാത്സിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 100 ക്വസ്റ്റ്യനിൽ 15 ചോദ്യം മാത്സിൽ നിന്നാണ്. അപ്പം എന്ത് ചെയ്യാം? മാത്സിൻ്റെ ഭാഗം കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സുഖമായിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു, എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്ത് പഠിക്കുക പരിശീലനം തന്നെയാണ്
പരിശീലിച്ചാൽ മാത്രമാണ് മാത്സിൽ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ വായിച്ച് പഠിച്ചാൽ സാധാരണ സോഷ്യലിനെ പോലെയോ ഹിസ്റ്ററിയോ പോലെയോ മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല മാത്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു.